കൊച്ചുമാവ മക്കയിൽ വെച്ച് ആക്സിഡൻറ്റ് മരിക്കുന്നു. അന്ന് അവരെ 2 മക്കൾക്ക് 15-14 വയസ്സേ ഉള്ളായിരുന്നു. പഠിക്കുന്ന കുട്ടികളായിരുന്നു. അവരെ പഠിപ്പിക്കാനും വളർത്താനും മാമി ഒരുപാട് കഷ്ടപ്പെട്ടു. അവരറിയുന്നവരെയൊക്കെ വിളിച്ചു പറഞ്ഞാണ് പറഞ്ഞു. എല്ലാം വിളിച്ചു പറഞ്ഞെല്ലാം കഴിയുന്നതെല്ലാം സഹായിച്ച് കുട്ടികളെ വളർന്നു. അവർ പഠിച്ചു. അവർ ഓരോ നിലയിലായി. അതുപോലെയാണ് നമ്മളെ പിന്നിൽ ഇനിയും കിടപ്പുണ്ട് കുട്ടികൾ. അവരും ഈ അടുത്ത സമയത്ത് എനിക്കറിയാം, സനീറ നമ്മളെ കള്ളാരമോള്, ഒന്നുമില്ലാതെ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ ഞാനും പോയി കണ്ടതാ. 3 പേരോ 4 പേരോ. അവർക്ക് ഒരു സഹായം ചെയ്യാൻ അല്ലാഹ് അല്ലാതെ മറ്റൊരാളില്ല. സിദ്ദീഖ് പറഞ്ഞണക്ക് വല്ലപ്പോഴേ കൊണ്ടുവന്നവരും എന്തെങ്കിലും കൊടുത്തിട്ട് അന്നേരത്തെ കാര്യം കഴിഞ്ഞു. അതുപോലെ അവർ വളർത്തി അവരെ പഠിക്കുന്നതിനും അവരെ ആഹാരം കൊടുക്കുന്നതിനും നമ്മൾ ഒരു ഫണ്ട് അവരെ മാത്രമല്ല, അതുപോലെ വീണ്ടും ഉണ്ട് രോഗികളുണ്ട്. അതുപോലെ വീണ്ടും പഠിക്കാൻ പറ്റിയ കുട്ടികൾ വളർത്ത താഴെയുള്ള പഠിക്കാറായി നടത്തുന്ന കുട്ടികളുണ്ട്. 2 പേരുണ്ട്, അറിയാം. നമ്മൾ സാർമാമയുടെ മോള 2 കുട്ടികൾ. ആ കുട്ടികൾ വളരെ പഠിക്കുന്നുണ്ട്. അവർക്കും ഒരു വരുമാനം ഇല്ലാത്തത്. ആ കുട്ടികളെ പഠിക്കുന്നതിനുള്ള സഹായം. ഇതുപോലെ സുഖമില്ലാടപ്പം നമ്മൾ ആൾക്കാരുണ്ട്. അവർ ഒട്ടും കഴിവില്ലാത്ത സഹായിക്കണം. അത് നമ്മൾ ഒരു കൊണ്ടുവരുന്ന 1000 വെച്ചോ 500 വെച്ചോ അതല്ല വേണ്ടത്. നമ്മൾ കൊടിയിൽ കുടുംബം ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി അതൊരു ഫണ്ട് സ്വരൂപിക്കണം. ഈ ഫണ്ടെന്ന് പറയുന്നത് നിങ്ങളെ കയ്യിൽ കിട്ടുന്നത് 1 രൂപയാവട്ടെ, 10 രൂപയാകട്ടെ, 50 ആവട്ടെ, 500 ആവട്ടെ, 1000 ആവട്ടെ, മാസാമാസം ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഇട്ടാൽ നമ്മൾ അതിൽ നടത്തി കൊണ്ടുപോകാനുള്ള നല്ല ചുണകൾക്കുള്ള പിള്ളേർ നമ്മളെ കൂടെ ഉണ്ടവരല്ല. നമ്മളെ കൊടിയിൽ കുടുംബത്തിലെ കുട്ടികളുണ്ട്. അവർ നോക്കി നടത്തും. ഇവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ആൾക്കാർ രക്ഷാധികാരികളായിട്ട് നോക്കണം. ഇവരെന്താണ് ചെയ്യുന്നത് അറിയില്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയല്ല, നമുക്ക് ഇങ്ങനെ പോകണം, ഇന്നത് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിന് നമുക്ക് എന്ത് വേണം? ഫണ്ട് വേണം. ആ ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരെയും സഹായം വേണം. ഒരാളോ 2 പേരോ കൊണ്ട് ഒരു നടക്കില്ല. വലിയൊരു കുടുംബമാണ് നമ്മളത്, അറിയാമല്ലോ. 61 മെമ്പർമാരുള്ളതെന്ന് സിദ്ദീഖ് പറഞ്ഞു. ഞാൻ എണ്ണീട്ടില്ല, അവരെ അറിയും, എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് എല്ലാവർക്കും പലർക്കും ആവശ്യങ്ങൾ വരും. അതൊക്കെ നമ്മൾ സഹായിക്കണം, നമ്മളോട് സഹായിക്കണം. എപ്പോഴും ഒളിച്ചു നിൽക്കാതെ പിണക്കങ്ങളുണ്ടെല്ലാം മാറ്റിയിട്ട് അൽഹംദുലില്ലാഹ് എല്ലാവരും ഒരുമിച്ച് കൂടുക, ഒരുമിച്ച് നിൽക്കുക, ഒരു കുടക്കീഴിൽ. എങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. എല്ലാവരും എന്ത് കാര്യത്തിന് എപ്പോഴും സഹകരിക്കാനും. ചില സാഹചര്യത്തിൽ നമ്മളിവിടെ കാണൂലായിരിക്കാം, ഒരാൾ കൂടെ കാണൂല, അല്ലെങ്കിൽ അവർ വൈകില്ല എന്നൊരു പരാതിയും വേണ്ട. അതെല്ലാവരും, ആണാകട്ടെ പെണ്ണാകട്ടെ, എല്ലാവരും സഹകരിക്കണം. ഒരു മാസം ഒന്നുമില്ലെങ്കിൽ സദക്കയാണിത്. നിങ്ങൾ ചെയ്യുന്നത് സദക്കയാണ്, അല്ല വെറുതെ കൊടുക്കുകയല്ല. കുടുംബത്തിലുള്ളവർക്ക് സദക്ക ചെയ്തിട്ട് പുറത്തുള്ളവർ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അറിവുള്ള ഉസ്താദന്മാർ. അത് നമ്മൾ പാലിക്കുകയും അത് ചെയ്യുകയും വേണം. നമ്മൾ സദക്ക പുറത്തുള്ളവർ കൊടുക്കണം, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് തന്നെ ചെയ്താൽ അതിനത്രയും കൂലി റബ്ബ് നമുക്ക് തരും. അതിനുള്ള സമ്പദ്യം നമുക്ക് വരും. സദക്ക അതിന് നിങ്ങളെല്ലാവരും മുൻകൈ എടുക്കുകയും സിദ്ദീഖ് പറഞ്ഞ കണക്ക് 2 പേരുടെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഒരു രക്ഷാധികാരി അല്ലെങ്കിൽ 2-3 പേർ രക്ഷാധികാരി ഉണ്ടാക്കി അവരെല്ലാം കൺട്രോൾ ചെയ്ത് പോയാൽ നമുക്ക് മുന്നോട്ട് പോവാം. അടുത്ത വർഷം ഇതിലൊക്കെ ആരൊക്കെ കാണും, ആര് കാണും അള്ളാഹ് കയറും. നിങ്ങൾക്കും എനിക്കൊന്നും അറിയില്ല. ഇതിൽ കാലം അടുത്ത കാലം കുറച്ചുകൂടി മെമ്പർമാർ നമ്മളെ കൂടെ കാണും. തെപ്പുള്ള ചെറിയ കുട്ടികളെല്ലാം കുറച്ചുകൂടി വളരുമല്ലോ. അവരെല്ലാം ഇതിൽ കൊള്ളിക്കാം. എല്ലാവരും ഒറ്റ ഇതിൽ ഒരുമിച്ച് നിന്ന് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് നിങ്ങൾ സഹകരിക്കാൻ വേണം. അതിനോട് നിങ്ങളോട് യോജിക്കണം. നമ്മളെ കൂടെ നല്ല കുടിയിൽ കുട്ടികളുണ്ട്. വിദ്യാഭ്യാസവും സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ള മക്കൾ നമ്മളെ കൂടെ ഉണ്ട്. നമ്മളോട് നിന്നാൽ മതി, അവരെല്ലാം ചെയ്തോളും. അവർ ചെയ്യേണ്ട കാര്യം ചെയ്തോളും. ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഇല്ലാതെ അൽഹംദുലില്ലാഹ് നടത്തിത്തരാം. എല്ലാ പേർക്കും അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഞാൻ നിർത്തുന്നു.